ഹായ് മക്കളെ, എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഓണം വെക്കേഷൻ സമയത്ത് നിങ്ങൾ വൈബ് അടിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്കറിയാം, നമ്മുടെ ഓണം എക്സാമിനേഷനെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ഓണം എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത് സ്കൂളുകൾ നടത്തിയിട്ടുള്ള ഓണം എക്സാമിനേഷൻ ആയിട്ടായിരുന്നു. അപ്പം പലർക്കും തന്നെ ഓണം എക്സാമിനേഷൻ പലരും തന്നെ മെസ്സേജ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഓണം എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു സർ, ഞങ്ങൾക്ക് വളരെയധികം എഴുതാൻ വേണ്ടി പറ്റും, നല്ല മാർക്ക് കിട്ടുമെന്ന് നല്ല പ്രതീക്ഷയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഓണം എക്സാമിനേഷൻ എളുപ്പമാവുന്നു, ക്രിസ്മസ് എക്സാമിനേഷൻ എളുപ്പമാവുന്നു, മോഡൽ എക്സാമിനേഷൻ എളുപ്പമാവുന്നു, ടഫ് ആവുന്നത് പബ്ലിക് എക്സാമിനേഷനിലേക്കാണ്. അപ്പം കംപ്ലീറ്റ്ലി നല്ല ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫൈനലായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പബ്ലിക് എക്സാം റിസൾട്ടാണ്. ആ റിസൾട്ടിൽ ഭയങ്കരമായിട്ടുള്ള മാർക്ക് കുറയുന്നതും അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാത്തതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണം എക്സാമിനേഷനിലേക്ക് നിങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തു. സോ ഞാൻ പ്രിപ്പയർ ചെയ്ത രീതിയെല്ലാം കറക്റ്റാണ്. സോ ഞാൻ ഹാപ്പി ആയിട്ട് വെക്കേഷൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കൊള്ളാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികളോടാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ, ഈ ഒരു 10 ദിവസത്തെ ഓണം വെക്കേഷനിൽ അത്ര തന്നെ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കണ്ട, അതിന് സ്കൂൾ തുറക്കട്ടെ, സ്കൂൾ തുറന്നിട്ട് പഠിച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പണി കിട്ടും. കാരണം നമുക്കറിയാം, ബിസിനസ് സ്റ്റഡീസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 ചാപ്റ്റേഴ്സാണ് ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ അക്കൗണ്ടൻസിയിൽ നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമാണ് ഓണം എക്സാമിന് പഠിച്ചിട്ടുള്ളത്. പിന്നെ എക്കണോമിക്സിലും ഓപ്ഷൻ പേപ്പേഴ്സിലും ലാംഗ്വേജ് സബ്ജക്റ്റിലും ഒക്കെ തന്നെ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. സോ ആ ഭാഗങ്ങളിൽ തുടക്കം നിങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പഠിക്കുന്ന, അതായത് ഇപ്പോൾ ക്രിസ്മസ് എക്സാമിനേഷനൊക്കെ ആണെങ്കിൽ 75% ഓഫ് സബ്ജക്റ്റിൽ നമ്മൾ നമ്മൾ ടോപ്പിക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. സോ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ടച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ ഈ ഒരു ഓണം വെക്കേഷനിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും, അതായത് ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ എല്ലാ സബ്ജക്റ്റിലൊന്നും ജസ്റ്റ് മറച്ച് നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓണം വെക്കേഷൻ കഴിയുന്ന സമയത്ത് സ്കൂളുകളിൽ ചാപ്റ്റേഴ്സ് എടുക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റീവൈൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുകയുള്ളൂ. മക്കളെ, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണം വെക്കേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആഘോഷങ്ങളിലേക്കാണ്. എന്ന് വെച്ചാൽ കലോത്സവങ്ങൾ വരാനുണ്ട്, സ്പോർട്സ് ഫെസ്റ്റിവൽ വരാനുണ്ട്, ശാസ്ത്രമേളകൾ വരാനുണ്ട്. സോ ഈ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചാപ്റ്റേഴ്സ് ഇങ്ങനെ സ്കൂളിൽ എടുത്തു പോകുന്നതായിരിക്കും, പക്ഷേ ഈ ഒരു ഇവന്റുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചാപ്റ്റേഴ്സ് എല്ലാം ബാക്ക്ലോഗ് ആയിട്ട് ഇങ്ങനെ കിടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഏകദേശം ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹോൾ സബ്ജക്റ്റുകൾ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ജനുവരി മാസം മുതലായിരിക്കും നമ്മുടെ മോഡൽ ലാബ് എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഫെബ്രുവരിയിൽ നമ്മുടെ മോഡൽ എക്സാം ആയിരിക്കും, ദെൻ മാർച്ചിൽ നമ്മുടെ പബ്ലിക് എക്സാം ആയിരിക്കും. സോ ഇങ്ങനെ ഒരു സ്ട്രക്ചറിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ വേണ്ടി പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ആഘോഷവേളയിൽ തന്നെ ചാപ്റ്റേഴ്സ് എല്ലാം അതിന്റെ കൂടെ തന്നെ പോകുന്നുണ്ടായിരിക്കും. കൃത്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിലെയും കോൺസെപ്റ്റുകൾ നിങ്ങൾ വൃത്തിക്ക് പഠിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ പ്രോബ്ലം പേപ്പറിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സ്റ്റഡി ആയിരിക്കണം ഇനി നിങ്ങൾ അങ്ങോട്ട് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം ഈ ഓണം എക്സാമിനേഷനിലേക്ക് മാർക്ക് കുറഞ്ഞു പോയവരോ അല്ലെങ്കിൽ കുറച്ചധികം കൂടി പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഇനി ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് സൈലത്തിന്റെ യുവ ബാച്ച് തന്നെയാണ്. അവിടെ നമുക്ക് സ്ട്രക്ചറൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ ആ ലൈവ് ക്ലാസ്സുകളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ എല്ലാ ലൈവ് ക്ലാസ്സുകളും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ്സുകളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സെപ്പറേറ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററിന്റെയും ബ്രീഫ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ സെപ്പറേറ്റ് കണ്ടന്റുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ പേൾ വീഡിയോസ് ഒക്കെ എന്ന് പറയുന്നത്. സോ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ യുവ ബാച്ച് തന്നെയാണ്. സോ യുവ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് തന്നെ ഉടൻ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. സൈലത്തിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ യുവ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അടിപൊളിയായിട്ട് നമുക്ക് ഓണം വെക്കേഷൻ കഴിഞ്ഞും ഉഷാറായിട്ട് പഠിച്ചു പോകണം. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.